ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആവേശ പോരാട്ടത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ച് ഡൽഹി ക്യാപിറ്റൽസ്. മുൻ ലക്നൗ നായകനും സീനിയർ താരവുമായ KL രാഹുൽ ഡൽഹിക്കായി നടത്തിയ തകർപ്പൻ പ്രകടനമാണ് ടീമിന്റെ വിജയത്തിൽ നിർണായകമായത്. രാഹുലിനെ സംബന്ധിച്ച് ഇത് മധുര പ്രതികാരം കൂടിയാണ്. മോശം പ്രകടനം നടത്തുന്ന താരമെന്നും വ്യക്തിഗത നേട്ടം നോക്കുന്ന താരമെന്നും മുദ്രകുത്തി പുറത്താക്കിയ ലക്നൗ ടീം ഉടമ സഞ്ജയ് ഗോയങ്കയോട് ഗംഭീര പ്രകടനം കൊണ്ട് പകവീട്ടാൻ രാഹുലിന് സാധിച്ചിരിക്കുകയാണ്. മത്സരത്തിന് ശേഷം കളിക്കളത്തിലെത്തിയ ഗോയങ്കയെ മറ്റു താരങ്ങളോട് സംസാരിച്ചെങ്കിലും രാഹുലിനെ കൃത്യമായി മൈൻഡ് ചെയ്തില്ല. മത്സരശേഷം കൈകൊടുത്തെങ്കിലും അധികം സംസാരിക്കാൻ തയ്യാറായില്ല. എന്തായാലും രാഹുലിന്റെ അർദ്ധ സെഞ്ചുറിക്ക് പിന്നാലെയുള്ള ആഘോഷവും ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. 3 വർഷം ലക്നൌവിന്റെ ഭാഗമായിരുന്ന താരമാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ ലക്നൌവിന്റെ സാഹചര്യം മറ്റാരേക്കാളും നന്നായി രാഹുലിനറിയാം. ഇത് മുതലാക്കിയാണ് താരം കളിച്ചതെന്ന് പറയാം. ലക്നൌവിനെതിരെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ശേഷം രാഹുൽ പതിവിലും വ്യത്യസ്തമായാണ് ആഘോഷം നടത്തിയത്. ഗാലറിയുടെ ഒരു ഭാഗത്തേക്ക് ബാറ്റ് ഉയർത്തിയാണ് രാഹുൽ ആഘോഷം നടത്തിയത്. ഇത് ഗോയങ്ക ഇരിക്കുന്ന ഭാഗത്തേക്കാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. സ്വാർത്ഥനായ താരമാണെന്ന് വിശേഷിപ്പിച്ച് ഒഴിവാക്കിയ ഗോയങ്കയ്ക്ക് മുന്നിൽ മാച്ച് വിന്നിംഗ് പ്രകടനത്തോടെ തലയുയർത്തി നിൽക്കാൻ രാഹുലിന് സാധിച്ചിരിക്കുകയാണ്. രാഹുലിനെ തഴഞ്ഞ് പകരം 27 കോടിക്ക് ടീമിലെത്തിച്ച ഋഷഭ് പന്ത് 13 ശരാശരിയിലാണ് കളിക്കുന്നത്. എന്തായാലും ഗോയങ്കയുടെ അഹങ്കാരത്തിന് രാഹുൽ ബാറ്റ് കൊണ്ട് തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ പ്രകടനത്തെ വാഴ്ത്തുകയാണ് ആരാധകർ. ഡൽഹി ക്യാപിറ്റൽസ് മുൻ നായകനായിരുന്ന ഋഷഭ് പന്ത് തികച്ചും അപ്രതീക്ഷിതമായാണ് ടീം വിട്ടത്. ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് IPL റെക്കോർഡ് പ്രതിഫലമായി 27 കോടിക്കാണ് ഋഷഭ് ലക്നൌവിലെത്തിയത്. IPL മോശമല്ലാത്ത റെക്കോർഡുള്ള ഋഷഭിൽ നിന്ന് തകർപ്പൻ പ്രകടനം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 14 താഴെ ശരാശരിയിലും 100 താഴെ സ്ട്രൈക്ക് റേറ്റിലുമാണ് ഋഷഭ് പന്ത് കളിച്ചത്. ഡൽഹിക്കെതിരെ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ഋഷഭിന്റെ ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചെങ്കിലും 2 പന്ത് നേരിട്ട് ഡക്കിനാണ് താരം മടങ്ങിയത്. ഇപ്പോഴിതാ ഋഷഭിന്റെ മത്സരത്തിലെ നീക്കങ്ങൾക്കെതിരെ ആരാധകർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഋഷഭ് ഒത്തുകളിച്ചുവെന്ന ആരോപണമാണ് ആരാധകർ നടത്തുന്നത്. ബാറ്റിംഗ് ഓർഡറിലെ പൊളിച്ചെഴുത്ത് ചൂണ്ടിക്കാട്ടിയും ബാറ്റിംഗ് പ്രകടനം ചൂണ്ടിക്കാട്ടിയുമാണ് ആരാധകർ സംശയമുയർത്തുന്നത്. ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസ് വിട്ടെങ്കിലും ഇപ്പോഴും കൂറ് ഡൽഹിയോടാണെന്നാണ് ആരാധകർ പറയുന്നത്. ഈ സീസണിൽ 2 തവണയും ലക്നൗ ഡൽഹിയോട് തോറ്റു. ഈ 2 മത്സരത്തിലും ഋഷഭ് ഡക്കിനാണ് പുറത്തായത്. മോശം ഫോമിലാണെങ്കിലും ഡൽഹിയോട് 2 തവണ ഡക്കായത് സംശയമുണ്ടാക്കുന്നതാണെന്നാണ് ആരാധകർ പറയുന്നത്. മികച്ച ഫോമിൽ പോയിരുന്ന ലക്നൌവിന്റെ താളം തെറ്റിച്ചത് അബ്ദുൾ സമദ് ബാറ്റ് ചെയ്യാനെത്തിയപ്പോൾ മുതലാണ്. 4-ാം നമ്പറിൽ എന്തുകൊണ്ടാണ് ഋഷഭ് ബാറ്റ് ചെയ്യാത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. വലിയ പ്രതിഫലത്തിൽ ടീമിലേക്ക് എത്തിയ ഋഷഭ് മോശം ഫോമിന്റെ പേരിൽ ബാറ്റിംഗ് ഓർഡറിൽ പിന്നോട്ടിറങ്ങുന്നത് ശരിയല്ല. ഫോം കണ്ടെത്തി തിരിച്ചു വരാൻ ശ്രമിക്കേണ്ട സാഹചര്യത്തിൽ പിന്നോട്ടിറങ്ങി ടീമിനെ തോൽപ്പിക്കാനാണ് ഋഷഭ് ശ്രമിച്ചത്. ഡൽഹിക്കെതിരെ 2 മത്സരത്തിലും താല്പര്യമില്ലാത്തതുപോലെയാണ് ഋഷഭ് ബാറ്റ് ചെയ്തത്. മോശം ഷോട്ട് കളിച്ച് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് സംശയിക്കേണ്ട കാര്യമാണെന്നതാണ് ആരാധകർ ആരോപിക്കുന്നത്. ലക്നൌവിലെ പിച്ചിൽ സ്ലോ ബോളുകൾ ഫലം കാണുന്നുണ്ടായിരുന്നു. സ്ലോ ഷോട്ട് ബോളുകൾ വിക്കറ്റ് നേട്ടത്തിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഋഷഭ് ഷർദുൽ ഠാക്കൂറിനെ വേണ്ട പോലെ ഉപയോഗിച്ചില്ല. ആദ്യ ഓവറിൽ 14 റൺസാണ് ഷർദുൽ വഴങ്ങിയത്. രവി ബിഷ്ണോയ് നന്നായി തല്ലുകൊണ്ടപ്പോഴും ഷർദുലിനെ പരീക്ഷിക്കാതെ ഋഷഭ് ഡൽഹിയെ സഹായിച്ചുവെന്നാണ് ആരാധകർ വിമർശിക്കുന്നത്. എയ്ഡൻ മർക്രത്തെ ഉപയോഗിച്ച് 2 വിക്കറ്റ് വീഴ്ത്തിയത് മികച്ച നീക്കമായി. എന്നാൽ പേസർമാരെ വേണ്ടവിധം ഉപയോഗിക്കാൻ ലക്നൗ നായകൻ തയ്യാറായില്ല. പ്രിൻസ് യാദവ് ആദ്യ 2 ഓവറിൽ 13 റൺസ് മാത്രമാണ് വഴങ്ങിയത്. യുവ പേസറെ KL രാഹുലിനെതിരെ കൂടുതൽ ഉപയോഗിക്കണമായിരുന്നു. ആവേശ് ഖാനെ മധ്യ ഓവറുകളിൽ കൂടുതലായി ഉപയോഗിച്ചതിന് പകരം പ്രിൻസിനെ ഈ സമയത്ത് ഉപയോഗിക്കണമായിരുന്നുവെന്നും ആരാധകർ പറയുന്നു. അക്ഷർ പട്ടേൽ അതിവേഗം റൺസ് ഉയർത്താനാണ് ശ്രമിച്ചത്. പ്രിൻസിനെ നേരിട്ട് വലിയ പരിചയമില്ലാത്തതിനാൽ യുവ പേസർ ഉപയോഗിച്ച് രാഹുൽ അക്ഷർ കൂട്ടുകെട്ട് പൊളിക്കാൻ തയ്യാറാവണമെന്നായിരുന്നു ആരാധകർ ചൂണ്ടിക്കാട്ടിയത്.